കർത്തവാവിൻ്റെ അന്നത്തെ തിരക്കാണ് ഈ കാണുന്നത്. തൃക്കണ്ണാട് അമ്പലത്തിൻ്റെ മുമ്പിലും കടൽ തീരത്തൊക്കെ കാണുന്ന തിരക്കാണ്. വണ്ടിയൊക്കെ വളരെ ദൂരെ നിന്ന് തന്നെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാരും അതെ തലങ്ങും വിലങ്ങും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ധാരാളം സെക്യൂരിറ്റിയും പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഭയങ്കര തിരക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി മംഗലാപുരത്തെത്തി. എൻ്റെ ഒരു സുഹൃത്ത് പനീഷയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. പനീഷ പുതിയൊരു പെർഫ്യൂമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ ബോട്ടിൽ കാണാൻ. അങ്ങനെ ഞാനിങ്ങനെ ബോട്ടിലൊക്കെ കണ്ടിങ്ങനെ അവളോട് എമൗണ്ടൊക്കെ ചോദിച്ചു. ബിലോ 600 ആണ് ഇതിൻ്റെ റേറ്റ്. ഒന്നാം തരം പെർഫ്യൂമാണ് കേട്ടോ. അത് കാണാനും അടിപൊളിയായിട്ട് കേട്ടോ. അങ്ങനെ പനീഷയുടെ അടുത്ത് ശുഭ ഇരുന്നിട്ട് ശുഭ എന്തോ ആരോടോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയം സംസാരിച്ച് അവിടെ ഇരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. മഴ മാറി നിൽക്കുന്ന മെല്ലെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഏകദേശം ഒരു 5 മണിയോട് കൂടിയാണ് മംഗലാപുരം ടൗണിലൂടെ മഴ തൂളി നിൽക്കുന്ന മഴയ്ക്ക് ശമനം കിട്ടിയൊരു സമയത്തുള്ള യാത്രയാണ്. സിറ്റി സെൻറ്ററിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോവുകയാണ്. ഈ സമയത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. സ്കൂളും കോളേജൊക്കെ ഇങ്ങനെ വിട്ട്, സ്കൂളും കോളേജുകളുടെയും പറുദീസയാണല്ലോ മംഗലാപുരം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഇങ്ങനെ വിട്ട് കുട്ടികൾ തലങ്ങും വിലങ്ങും പോകുന്നതും വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോകുന്നത് ഒക്കെ ഈ സമയത്ത് ട്രാഫിക് കാരണം ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഈ സമയത്തൊക്കെ ഒന്ന് വണ്ടിയിൽ പോകുന്നവർക്ക് നല്ല ക്ഷമ വേണം. അതിങ്ങനെ കാരണം അങ്ങനെ സാവധാനേ പോകാൻ പറ്റുള്ളൂ. ഒരു ശ്രദ്ധയില്ലാതെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടിയെടുത്ത് പോകും. നല്ല ക്ഷമയുള്ള ആൾക്കാർക്കൊക്കെ മാത്രമേ ഈ സമയത്ത് ട്രാവലിംഗ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഞങ്ങളിങ്ങനെ മെല്ലെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പോന്നു. ഇതാ ടൗണിൽ ഇങ്ങനെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ബസ് സ്റ്റാൻഡിൽ ആൾക്കാരിങ്ങനെ നിൽക്കുന്നതാണ് ബസ് കയറാൻ. അങ്ങനെ ഒന്നാം തരം ബിൽഡിംഗ് ആണ് കേട്ടോ. അടിപൊളി നല്ല ഫ്ലവറും നിറച്ച് അതിൻ്റെ ചുറ്റും മരങ്ങളും ഒക്കെ ആയിട്ട് ഒന്നാം തരം ബിൽഡിംഗ് ആണ്. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞപാട് വെജിറ്റബിൾ ഹോട്ടലിൽ കയറി ചായ കുടിച്ചു. മഴയുടെ ചാറ്റലും ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാനൊരു നല്ലൊരു കൊതി തോന്നി. അങ്ങനെ ചായയും സ്നാക്സൊക്കെ ഞങ്ങൾ കഴിച്ചു. അങ്ങനെ സ്നാക്സ് കഴിച്ചു. സന്ധ്യയോടായി മഴ വന്നു. ഏകദേശം സമയം ഒരു 8-9 മണിയൊക്കെ കഴിഞ്ഞു. കാസർഗോഡ് എത്തി. കാസർഗോഡ് നിന്ന് ചന്ദ്രഗിരി പാലം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തൊരു ചെറിയ ഫ്രൂട്ട്സ് കച്ചവടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുമ്പം ആൾക്കാരൊന്നും ഇരുന്നില്ല. ഞങ്ങൾ നിന്ന് സാധനം മേടിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ വണ്ടികളൊക്കെ വീണ്ടും അവിടേക്ക് വന്ന് നിന്നു. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. എല്ലാവരും ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നത് നോക്കി ഞാൻ അങ്ങനെ അവിടെ നിന്ന് യാത്രയായി. കാരണം നമുക്ക് രാത്രി കുറേ ആയതുകൊണ്ട് വീട്ടിലെത്തി. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.